ലൈംഗികമായൊരു ചിന്ത മസ്തിഷ്കത്തിൽ ഉത്സർജനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങളൊന്ന് നോക്കിക്കാണുക. ഏകാഗ്രതയിൽ നിന്ന് വെടിവെക്കുവാൻ സ്ത്രീയാണെങ്കിൽ അവളെ പ്രലോഭിപ്പിക്കാവുന്ന ഒരു പുരുഷൻ്റെ സാന്നിധ്യമോ, പുരുഷനാണെങ്കിൽ അവനെ പ്രലോഭിപ്പിക്കാവുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യമോ മതിയാവും. പലതും അനധികൃതമായി നേടിയെടുക്കുവാൻ ഈ നാട്ടിലെ മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും ഉപയോഗിച്ച ഈ മാസ്മരികതയുള്ള പ്രലോഭനം നൽകുന്ന കച്ചവടത്തിന് ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ലൈംഗികതയാണ് തിരിഞ്ഞ് അവരുടെ തന്നെ വിനാശത്തിന് കാരണമായി തീർന്നു. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴി തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു കോശീയമായ രീതിയിൽ ഇതിൻ്റെ ഒരു രീതിയെ വ്യാവസായികവൽക്കരിക്കുമ്പോൾ അതിനെ ഒരു സർജറിയിൽ ഏർപ്പെടുന്ന സമയത്ത് കോശങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ബന്ധം അറ്റുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് രോഷങ്ങൾ, താപം, അതുണ്ടാക്കുന്ന രോഗം, അങ്ങനെ മാതൃത്വം തന്നെ ഇല്ലാതായി പോകുന്ന രീതിയിലേക്ക് അത് വികസിക്കാനുള്ള സാധ്യത അങ്ങനെയാണ് പറഞ്ഞു വന്നത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? അതിൽ ആ വഴി ഞാൻ ചൂണ്ടിക്കാണിച്ചതിൽ മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. പറയൂ സ്വാമിജി. സ്ത്രീ പുരുഷ ബന്ധം വിവാഹം കൊണ്ട് പൂർണ്ണമായി തൻ്റെ ഭർത്താവിന് തന്നെ രമിപ്പിക്കുവാൻ കഴിവില്ലാതെ വരിക, വാചീകരണ ശേഷിയില്ലാതിരിക്കുക, അതൊരു തലമാണ്. ബീജശേഷിയേ ഇല്ലാതിരിക്കുക, അത് വേറൊരു തലമാണ്. ഇവയൊക്കെ വന്നിരുന്ന പൗരാണിക കാലത്ത് നാരദ സ്മൃതിയിലും മറ്റും ആരോഗ്യമുള്ള പുരുഷനെ വിളിച്ച് കുഞ്ഞിന് അധികാരം അവനില്ലാതെ, കുഞ്ഞിന് അവൻ്റെ സ്വത്തിൽ അവകാശമില്ലാതെ നിയോഗി എന്ന നിലയിൽ ഭാര്യയിൽ പുത്ര ഉൽപാദനം നടത്തുന്നതിന് അനുമതി കൊടുക്കുന്ന പ്രക്രിയകളുണ്ടായിരുന്നു. സ്മൃതി ഗ്രന്ഥത്തിലുള്ളതായത്. മനസ്സിലായി സ്വാമിജി. നിയോഗി എന്നാണ് ഇതിനെ പറയുന്നത്. നിയമപരമായിരുന്നു ഇത്. ആധുനിക ഭാരതത്തിൽ നിയമപരമായി ഇങ്ങനൊരു നിയമമില്ല. തീർച്ചയായും ഇല്ല സ്വാമിജി. നിയമത്തിന് വെളിയിലെ ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആധുനിക വൈദ്യശാസ്ത്രം ഇത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും പരസ്യമായി. ഇതിന് പഠിപ്പുള്ളവർ വിധേയരാകുന്നുണ്ട് പരസ്യമായി. ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. നിയമപരമായി വൈധമല്ലാത്ത, വിധിപൂർവകമല്ലാത്ത ഒന്നിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനിറങ്ങിത്തിരിക്കുന്നവൻ്റെ മനസ്സെന്തായിരിക്കും? സൂക്ഷ്മമായൊരു മനസ്സിൻ്റെ നിലയെ സ്വാധീനിക്കും. പാശ്ചാത്യ വൈദ്യശാസ്ത്രം ഫ്രോയിഡിൻ്റെയും യങ്ങിൻ്റെയും ആഡ്ലറുടെയും ഒക്കെ കാലം വരെ അംഗീകരിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തെയും ഭൗതികതയെയും മാത്രമേ അംഗീകരിച്ചുള്ളായിരുന്നു എന്ന് പറയാം. ഇന്നതല്ല. പാശ്ചാത്യ വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട്. ഭാരതീയ വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിരുന്നത് മനഃശാസ്ത്രത്തെയാണ്. മനസ്സ് സാർവഭൗമനാണ്. യോഗ താരാവലിയിൽ ആചാര്യശങ്കരൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. സാർവഭൗമനായ മനസ്സിനെ ഒതുക്കാൻ ഒരു തെണ്ടി ചെന്നിട്ട് കാര്യമില്ല. അവിടെ ആ മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നു.
സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാക്കി, വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാക്കി, നിങ്ങളെ അടിമപ്പെടുത്തി കളിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ അടിമയായ നിങ്ങളങ്ങോട്ട് ചെന്നാൽ ഈ മനസ്സൊതുങ്ങി നിന്നു തരികയില്ല. സർവായുധങ്ങളും സർവസംഭാരങ്ങളും ഉള്ള ചക്രവർത്തി ആയ മനസ്സ് സൈന്യസന്നാഹങ്ങളോടുകൂടി നിൽക്കുമ്പോൾ ഒരു ഇറുക്കിൽ വളച്ച് അതിലൊരു നൂലും കെട്ടി വേറൊരു ഇറുക്കിൽ കൂർപ്പിച്ച് യുദ്ധം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചക്രവർത്തിയോട് യുദ്ധം ചെയ്യാൻ വില്ലുവമ്പും സ്വീകരിച്ച് ജൃംഭകാസ്ത്രം വരെയുള്ള ഉപകരണങ്ങളുമായി നിൽക്കുന്ന ചക്രവർത്തിയോട് യുദ്ധം ചെയ്യാൻ ഒരുത്തൻ ഈ സൈന്യത്തിൻ്റെ മുമ്പിലോട്ട് പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അർദ്ധശൂന്യമാണ്. അതെ അതെ സ്വാമിജി. ഇങ്ങനൊരു മനസ്സ് പ്രബലമായിരിക്കുമ്പോൾ വിധിപൂർവം വിവാഹം കഴിച്ച ഭർത്താവ് അയാളുടെ ആരോഗ്യമില്ലായ്മയിൽ പരിതപിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പുത്രനെ ലഭിക്കാൻ അവളുടെ മാനസികാവസ്ഥയെ ഉദ്ധരിക്കാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ മേധുരദീർഘങ്ങളായ പരീക്ഷണങ്ങൾക്ക് മാത്രം വിധേയമാക്കി ആർട്ടിഫിഷ്യലായൊരു ബീജം കടത്തിവിടുമ്പോൾ അയാളോടും അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തോടും അത് ചെയ്തു കൊടുക്കുന്ന ശാസ്ത്രത്തോടും ശാസ്ത്രകാരനോടും തൻ്റെ വിധിയോടും പരിതപിക്കുന്ന സ്ത്രീയുടെ മസ്തിഷ്കത്തിൽ രൂപാന്തരപ്പെടുന്ന ഭാവഹാവാദികൾ കുഞ്ഞിൻ്റെ വളർച്ചയിൽ, കുഞ്ഞിൻ്റെ കോശാന്തര വ്യാപാരങ്ങളിൽ, കുഞ്ഞിൻ്റെ മനോഘടനയിൽ, കുഞ്ഞിൻ്റെ വികാരങ്ങളിൽ പങ്കുവഹിക്കുമോ? മനസ്സിലായി സ്വാമിജി. ലൈംഗിക ഉത്സർജനത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നാകുന്ന ചർച്ച ഒരു യജ്ഞസങ്കല്പം പോലെ മനോഹരമാണ്. രോമങ്ങൾ ദർഭകളായും ഗർഭാശയം ഹോമകുണ്ഡമായും ബീജങ്ങൾ ഹവിസ്സുകളായും കാതോട് കാതോരം പറയുന്നത് സ്ഫുലിംഗങ്ങളായും നിൽക്കുന്ന ഈ ചിത്രത്തെ ഔപനിഷദികമായി ബൃഹദാരണ്യകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വൈധഭാവനയുടെ, വിധിപൂർവകമായ ഭാവനയുടെ അത്യുദാരമായ രംഗവേദിയിൽ വെച്ചുള്ള സ്നേഹവും പ്രേമവും സകല ഇന്ദ്രിയ പരിപ്രേക്ഷ്യവും സംയുക്തമായി ചേർന്ന് തൻ്റെ കോശങ്ങൾ ഇത്രയും കാലം പണിയെടുത്തുണ്ടാക്കിയ ബീജത്തെയും അണ്ടത്തെയും അതിൻ്റെ സങ്കല്പനങ്ങളുടെ ലോകങ്ങളിൽ നിയതമായി നിർത്തി ഗൃഹസ്ഥന് പര്യാപ്തമായ ബ്രഹ്മചര്യത്തിലൂടെ രാത്രിയിൽ മാത്രമെന്ന സങ്കല്പത്തിലൂടെ അതിൻ്റെ സൃഷ്ടിക്കും ചേതനയ്ക്കും അതിലൂടെ ലോകത്തിനുള്ള സംഭാവനയ്ക്കും സങ്കല്പങ്ങൾ ഉതിർത്തി പോകുമ്പോൾ വ്യാവസായിക ലൈംഗികതയുടെ അന്ത്യവും ആനന്ദപൂർവകമായ ലൈംഗികതയുടെ അനുധാവനവും അതിലുരുത്തിരിഞ്ഞു വരുന്ന സമഞ്ജസ സാമൂഹ്യ ഘടനയുടെ ആരംഭവും അതിനെ ആസ്പദമാക്കി ആനന്ദമുള്ള കുടുംബവും രാഷ്ട്രവും കെട്ടിപ്പടുക്കുന്നതിൻ്റെ കേളിയും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതിൽ നിന്ന് അതിജീവനം നടത്താൻ കഴിവ് വരുമ്പോൾ വേണം ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കാൻ പോലും. അതിനെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള മനസ്സോടെ. ഇതല്ലാത്തതെല്ലാം അന്യഥാകാമമാണ്. ഇതല്ലാത്തതെല്ലാം സംഘർഷപൂരിതമാണ്. ഇതല്ലാത്തതെല്ലാം
കോശങ്ങളെ തമ്മിലടിപ്പിക്കുന്നതാണ്. ഇതല്ലാത്തതെല്ലാം രോഗത്തിലേക്കുള്ള വഴിയാണ്. മനസ്സിലായി സ്വാമിജി. ലൈംഗികമായൊരു ചിന്ത മസ്തിഷ്കത്തിൽ ഉത്സർജനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങളൊന്ന് നോക്കിക്കാണുക. നിങ്ങളുടെ ഏകാഗ്രത പോവുമോ? തീർച്ചയായും സ്വാമിജി. നല്ല പോലെ പണിയെടുക്കുന്ന ഒരുവൻ്റെ പണി ഏകാഗ്രതയിൽ നിന്ന് വെടിവെക്കുവാൻ സ്ത്രീയാണെങ്കിൽ അവളെ പ്രലോഭിപ്പിക്കാവുന്ന ഒരു പുരുഷൻ്റെ സാന്നിധ്യമോ, പുരുഷനാണെങ്കിൽ അവനെ പ്രലോഭിപ്പിക്കാവുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യമോ മതിയാവും. തീർച്ചയായും. അതാണ് ഇന്ന് വ്യവസായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രങ്ങളെ മറിക്കാൻ ഉപയോഗിച്ചതും ഇത് തന്നെയാണ്. പലതും അനധികൃതമായി നേടിയെടുക്കുവാൻ ഈ നാട്ടിലെ മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും ഉപയോഗിച്ച ഈ മാസ്മരികതയുള്ള പ്രലോഭനം നൽകുന്ന കച്ചവടത്തിന് ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ലൈംഗികതയാണ് തിരിഞ്ഞ് അവരുടെ തന്നെ വിനാശത്തിന് കാരണമായി തീർന്നത്. പറയൂ സ്വാമിജി. എന്നെ എൻ്റെ പാർട്ടി പ്രസ്ഥാനം പണം പിരിക്കാൻ ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. നിലനിൽക്കാൻ പ്രസ്ഥാനത്തിന് പണം വേണം. അതെ. അത് പിരിച്ച് ശീലമായി തീർന്നാൽ മുഴുവൻ ഞാൻ അവിടെ എത്തിക്കുമോ? സാധ്യത കുറവല്ലേ സ്വാമിജി? കേരളത്തിലെ വലിയൊരു ഫാക്ടറി, കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറികളിലൊന്ന് ഒരു സമയത്തെ, പിന്നീട് അത് അടച്ചിട്ടു. തൊഴിലാളികൾ ആത്മഹത്യയൊക്കെ ചെയ്തു. പേര് ഞാൻ പറയുന്നില്ല. ശരി സ്വാമിജി. വലിയ ഫാക്ടറി, ഒരുപക്ഷെ കേരളത്തിന് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ ഫാക്ടറികളിലൊന്ന്. അവിടുത്തെ തൊഴിലാളി നേതാക്കന്മാർക്ക് നൽകാനുള്ള പണം സൂട്ട് കേസിൽ ഡ്രൈവറുടെ കയ്യിലാണ് മാനേജർ ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്. ഒരു ദിവസം യാദൃച്ഛികമായി വണ്ടിയുടെ ഡിക്കിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഈ സൂട്ട് കേസ് തന്നെത്താനും തുറന്നുപോയി. ഇതുകൊണ്ട് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു, കൊണ്ട കൊടുക്കുന്നു, സത്യസന്ധനായി തിരിച്ചു വരുന്നു. ഇതിനകത്ത് എന്താണെന്നറിയില്ല. മനസ്സിലായി സ്വാമിജി. യാദൃച്ഛികമായി ഒന്ന് തുറന്നുപോയി. അയാൾ കുമ്പസാരിച്ചതായി കഥ. മനസ്സിലായി. അയാൾ ആലോചിച്ചു, ഇത്രയും നോട്ടോ? അന്ന് അയാളൊരു 4 കെട്ടിങ് എടുത്തു. അന്നുള്ള വലിയ നോട്ട് 100 500 വരെയേ ഉള്ളൂ, അതിൽ കൂടുതലെല്ലാം തോന്നും. അതിൽ നിന്നൊരു 4 കെട്ടെടുത്ത് മാറ്റി എല്ലാം വെച്ചു അടച്ചു കൊണ്ടുപോകും. ഒന്നും അറിഞ്ഞില്ല. അടുത്ത തവണ മുതൽ അയാൾ നന്നായി എടുക്കാൻ തുടങ്ങി. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന പണക്കാരിലൊരാളാണ് ഇയാൾ. അയാൾ അനുഭവിക്കുന്ന ജീവിത ദുഃഖങ്ങൾ വളരെ കൂടുതലായപ്പോൾ ക്ഷേത്രങ്ങളിലും അവിടെ എവിടെയും പോയ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള അത്ഭുതങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളോട് കുമ്പസാരിച്ചതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. ഇങ്ങനെ എടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. തീർച്ചയാണ് സ്വാമിജി. അല്ലേ? പണം പിരിക്കാൻ ഒരാളെ ഏൽപ്പിച്ചാൽ
ഇങ്ങനെ എടുക്കുമെങ്കിൽ, ലൈംഗികതയ്ക്ക് പ്രാധാന്യം നൽകി അതിനെ വ്യാവസായികമായി വളർത്തി അതിനെ കൊടുത്ത് കാര്യങ്ങൾ നേടാൻ സംഘടിതമായി മനുഷ്യൻ തയ്യാറായാൽ അതിന് കൊണ്ടുകൊടുക്കുന്ന ഉപഭോഗ വസ്തുവിനെ അകത്തൊരാൾ ഉപയോഗിക്കുന്നുവെന്ന് സങ്കല്പിച്ച് പുറത്തിരിക്കുന്നവന് ഉപയോഗിക്കാതെ വിടാൻ പറ്റുമോ? പറ്റില്ല സ്വാമിജി. ഇവിടെയെല്ലാമാണ് മാനവിക സദാചാരങ്ങൾ കാറ്റിലും കോളിലും പെട്ട് തകരുന്നത്. മനസ്സിലായി സ്വാമിജി. നിങ്ങളുടെ കയ്യിൽ കുറേ രൂപയോ, നിങ്ങളുടെ കയ്യിൽ ഒരു മധുരയോ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് മദ്യമോ നിരന്തരമായി എൻ്റെ കാര്യസാധ്യത്തിന് ഞാൻ തന്നുവിടുമ്പോൾ നിങ്ങളും ഞാനും അത് ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ ധർമ്മിഷ്ഠരായി നിന്നുകൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു കച്ചവടം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? തീർച്ചയായും. ഞാനും നിങ്ങളും അതുപയോഗിച്ച് തുടങ്ങുന്നതോടുകൂടി മറ്റിടത്തു വന്ന ധാർമ്മിക ച്യുതി എനിക്കും നിങ്ങൾക്കും വന്നു ചേരുകയും ആ ധാർമ്മിക ച്യുതിയിൽ അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം, അതുകൊണ്ട് അനാഥാലയങ്ങളുടെ സംരക്ഷണം, അതുകൊണ്ട് സ്കൂളുകൾ, കോളേജുകൾ എന്നുവേണ്ട ഏത് സാമൂഹ്യ പ്രവർത്തനത്തിലും ജനാധിപത്യത്തിൻ്റെ മര്യാദയിൽ ഒതുങ്ങി മതത്തിനും ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ചെയ്യാവുന്നത് ചെയ്യുമ്പോഴല്ലാതെ എൻ്റെ എന്ന് അഭിമാനിക്കാനും എൻ്റെ മതത്തിൻ്റെ എന്ന് അഭിമാനിക്കുവാനും എൻ്റെ ജാതിയുടേതെന്ന് അഭിമാനിക്കുവാനുമുള്ള എന്തുണ്ടാക്കി വെക്കാൻ ഓടുമ്പോഴും അധികാരി വർഗങ്ങൾക്ക് പ്രലോഭനങ്ങൾ നൽകാനൊരുങ്ങുന്ന വേളയിൽ അവർ നേടുന്ന പ്രലോഭനങ്ങളോടൊപ്പം അതിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് സ്വന്തം സമൂഹവും നശിക്കുന്ന ചരിത്രമാണ് ലോകത്തെ വ്യാവസായിക പ്രാധാന്യതയിൽ നടന്നു കയറുന്നത് എന്ന് ഒരിക്കലും മറക്കരുത്. ഈ ഒരു നിലയിലേക്ക് വളർത്തിയെടുക്കുന്നു അന്യഥാഗമം, ലൈംഗികാസക്തി. മനസ്സിലായി സ്വാമിജി. ഒരു ഓഫീസറുടെ അടുക്കൽ നിന്ന് നിയമം തടസ്സം പറയുന്ന ഏത് കാര്യവും നേടിയെടുക്കുവാൻ മദ്യത്തിനോ മധുരയ്ക്കോ കഴിയുന്നത് ഈ അന്യതാകാമം കൊണ്ടാണ്. അതിൻ്റെ കഥകളല്ലേ ഒളിഞ്ഞും തെളിഞ്ഞും പത്രവാർത്തകൾ മുഴുവൻ. അത് നിർത്തിവെക്കുവാനുള്ള ആഗ്രഹത്തിലാണെങ്കിൽ ആ വഴി സംശുദ്ധമാക്കിയാൽ പോരെ. ഏത് ആക്ടിവിസ്റ്റുകളാണ് ആ വഴി സംശുദ്ധമാക്കാൻ ശ്രമിക്കുന്നത്? അന്യഥാകാമത്തിൻ്റെ പിടിയിലേക്ക് മാനുഷികം വീഴുമ്പോൾ ലൈംഗികാസക്തിയുടെ ചിന്തകൾ കടന്നു വരുമ്പോൾ കൂട്ടായ്മകളെല്ലാം പരസ്യമായിരുന്നതിൽ നിന്ന് രഹസ്യത്തിലേക്ക് തലയൊളിക്കുകയും ഇന്നലെ വരെ ആർക്കു വന്നാലും കാണാവുന്നവനെ 2 ഗേറ്റിൽ കാവൽക്കാരെ കണ്ടിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നതിലേക്ക് വരുന്നതും പരസ്യമായ സംഭാഷണങ്ങളെല്ലാം രഹസ്യമായി തീരുന്നതും പ്രോട്ടോക്കോളുകൾ വരുന്നതും ഒക്കെ ഈ മറവിന് വേണ്ടിയായിരിക്കില്ലേ? തീർച്ചയായും സ്വാമിജി. അങ്ങനെയൊന്നും അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. മഹത്വത്തിലേക്കുള്ള യാത്ര രഹസ്യത്തിലേക്കുള്ള യാത്രയാണ്. ആധ്യാത്മിക രഹസ്യത്തിലേക്കല്ല, ഭൗതിക രഹസ്യങ്ങളിലേക്ക്. ആധ്യാത്മിക രഹസ്യങ്ങളിലേക്കും ഭൗതിക പരസ്യത്തിലേക്കുമുള്ള യാത്ര നടത്തിയ മുമ്പന്മാരുടെ പാരമ്പര്യങ്ങളെല്ലാം ആധ്യാത്മികതയെ പരസ്യമാക്കിയും ഭൗതികതയെ രഹസ്യമാക്കിയും കളിക്കുന്നു എന്നത് ഇതുകൊണ്ടായിരിക്കില്ലേ? തീർച്ചയായും സ്വാമിജി.
അന്യതാകാമത്തിൻ്റെ ഒരു വൻ മതിൽ. ആ, ഇന്നലെ വരെ ഒരുവന്റെ ആധ്യാത്മികതയായിരുന്നു രഹസ്യമുള്ള ജ്ഞാനമായിരുന്നത്. ശരിയല്ല. അതെ എൻ്റെ അനുഷ്ഠാനം രഹസ്യമാണ്. അതെ സ്വാമിജി. അതാരും അറിയേണ്ട കാര്യമില്ല. അതെ എൻ്റെ സന്ധ്യാവന്ദനങ്ങൾ എൻ്റേത് മാത്രമാണ്. അതെ അതൊക്കെ ഇന്ന് പരസ്യമാണ്. അതെ അതൊക്കെ പരസ്യമാവുകയും സ്വകാര്യ ജീവിതം അതീവ രഹസ്യമാവുകയും ചെയ്തു. വല്ലാത്തൊരു വൈചിത്ര്യം തന്നെ അല്ലേ സ്വാമിജി? ഉം? അതെ ഇതൊരു മനം മാറ്റമോ, ഇതൊരു മനുഷ്യമാറ്റമോ, ഇതൊരു വിശാല വിശ്വത്തിൻ്റെ മാറ്റമോ എന്ന് ചിന്തിക്കേണ്ട സമയമായില്ലേ?